റണ്ണിങ് കൊണ്ട് ഞാൻ എന്ത് നേടിയെന്ന് ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയും കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് എന്നെ എവിടെ വരെ എത്തിച്ചു എന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. No two people will run the same way. So the way I run and the way you run will be very different. My pace and your pace will be very different. So don't obsess about it, because people like me create content on Instagram based on our experiences. So I will be suggesting that you do something, you do this and you do that, but you will not be able to do that at the same intensity, and you will think that you are doing something wrong. That's not how it works. So we all have different strides, we all have different bodies, we all move differently. So our running form will be also different. So don't obsess about all this. Just run naturally, because naturally we are gifted in a different way. So our bodies adjust differently, we move differently. So don't obsess about it. Just run, just enjoy the process of running. നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ USTയിൽ വെച്ച് ഹോസ്റ്റ് ചെയ്ത ഒരു സെഷനാണ്. സോ UST ഇന്ന് എർത്ത് ഡേ നൈറ്റ് റൺ നടത്തുന്നുണ്ട് അവരെ എംപ്ലോയീസിന് വേണ്ടി. ആ UST ക്യാമ്പസിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ ആ ഇവൻറ്റിന് മുന്നേ ഒരു ചെറിയൊരു പ്രീ ഇവൻറ്റ് ഒരു ബിൽഡിംഗ് എൻഡ്യൂറൻസ് ബിൽഡിംഗ് സെഷൻ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് കളേഴ്സ് ഓഫ് UST, എൻ്റെ ഓർഗനൈസേഴ്സ് കളേഴ്സ് ഓഫ് UST ആണ്. സോ അതിൽ റെപ്രസെൻറ്റേറ്റീവ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷേ ഓക്കെ പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിലൊരു ചെറിയ ഇതുണ്ടായിരുന്നു. കാരണം ഞാൻ പണ്ട് കോളേജിൽ PG ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സെമിനാർ എടുത്തതിന് ശേഷം ഒരു ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ലൈവായിട്ടുള്ള ഒരു ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഞാൻ പബ്ലിക് സ്പീക്കിങ്ങിൽ അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ആളാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു പേടിയോ അങ്ങനെയുള്ളൊരു സംഭവമില്ലായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് എനിക്ക് കിട്ടാൻ കാരണം മേ ബി കണ്ടൻറ് ക്രിയേഷനും റണ്ണിങ്ങും ഞാൻ ഒരേപോലെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. കാരണം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഈ അക്കൗണ്ട് തുടങ്ങിയ സമയത്ത് എനിക്കൊരൊറ്റ ഒബ്ജക്റ്റീവേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ കണ്ടൻറ്റ് വഴി മാക്സിമം ആളുകളെ റണ്ണിങ്ങിലോട്ട് കൊണ്ടുവരാമെന്നുള്ളൂ. അപ്പോൾ ഞാൻ ആലോചിച്ചത് USTയിൽ ഇങ്ങനെ ഒരു സെഷൻ ചെയ്യുമ്പോൾ എന്തായാലും റണ്ണിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരിക്കും പങ്കെടുക്കുന്നത്. ആവശ്യത്തിന് ആളുകൾ പങ്കെടുത്തു, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. സോ എനിക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം UST ഓഫർ ചെയ്യുമ്പോൾ ഞാൻ എന്തിന് വേണ്ട അല്ലെങ്കിൽ എന്തിന് രണ്ടാമതൊന്നും ആലോചിക്കണം എന്നുള്ള ഒറ്റ തോട്ടിൽ ഞാൻ അപ്പം തന്നെ അഗ്രി ചെയ്തു. ഒരു PPT ഉണ്ടാക്കി അത്യാവശ്യം എൻ്റെ ബെസ്റ്റിൽ എനിക്ക് അത് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഡെലിവർ ചെയ്യാൻ പറ്റി എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസമുള്ളത്. എൻ്റെ ഈ അക്കൗണ്ട് നിങ്ങൾ കുറച്ച് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകണമെങ്കിൽ ഞാൻ ആദ്യം ഈ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇപ്പോഴും അവിടെ ഉണ്ട്. അത് ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 261 പോസ്റ്റ് കഴിഞ്ഞപ്പോൾ ഉള്ള ചേഞ്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് കണ്ടൻറ് ക്രിയേഷൻ തുടങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ആദ്യത്തെ വീഡിയോ ക്രിഞ്ച് ആയിരിക്കും അല്ലെങ്കിൽ ആളുകൾ കണ്ടാൽ ചിരിക്കും എന്നൊക്കെ ഉള്ള ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പോസ്റ്റ് ചെയ്യുക എന്നേ ഞാൻ പറയുള്ളൂ. ഓവർ ടൈം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും. ഇമ്പ്രൂവ് ആവുന്നതിനനുസരിച്ച് ഇതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്ന് എനിക്ക് പറയണമെന്ന് തോന്നുന്നു. എല്ലാവരെ കൊണ്ടും പറ്റുന്ന ഒരു കാര്യമാണ് കണ്ടൻറ് ക്രിയേഷൻ. അതിൻ്റെ പ്രൂഫാണ് ഈ ഇരിക്കുന്നത് ഞാൻ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചേസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്രീംസിനെയാണ്. ആ ഡ്രീംസ് ചേസ് ചെയ്യാൻ തുടങ്ങാനായിട്ട് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.